പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ഒക്ടോബർ 5 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഓരോ കോമ്പറ്റീഷനിലും കറണ്ട് അഫേഴ്സിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എന്നും കറണ്ട് അഫേഴ്സിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഏത് പരീക്ഷയിലും എവിടെയും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ എത്ര ക്ലാസിക്കൽ ഇന്ത്യൻ ഭാഷകൾക്ക് ഇന്ത്യൻ സർക്കാർ അടുത്തിടെ അംഗീകാരം നൽകി? കോഴിക്കോട്ടെ ഏത് കോളേജിനാണ് NASC A++ റേറ്റിംഗ് ലഭിച്ചിട്ടുള്ളത്? ഇതേപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും നൽകി വരുന്നത്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഏറ്റവും പുതിയ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ മൂല്യനിർണ്ണയത്തിൽ A++ റേറ്റിംഗ് നേടിയ കോഴിക്കോട്ടെ ഏത് കോളേജാണ്? സെന്റ് ജോസഫ് കോളേജ്. കോഴിക്കോട് ദേവഗിരിയിലുള്ള സെന്റ് ജോസഫ് കോളേജിനെ A++ എന്ന റേറ്റിംഗ് ലഭിച്ചു. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ അസസ്മെന്റ് NASC നൽകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു റേറ്റിംഗ് ആണ് A++ എന്ന റേറ്റിംഗ്. ഇത് ലഭിക്കുമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടും ഓരോ കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഇതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. കാരണം ആ റേറ്റിംഗ് A++ എത്തിക്കഴിഞ്ഞാൽ ആ കോളേജ് ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന കോളേജ് എന്ന ലെവലിലേക്കുള്ള ഒരു റേറ്റിംഗ് ആണ് ലഭിക്കുന്നത്. ഇതനുസരിച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ കോഴിക്കോടുള്ള ദേവഗിരിയിലുള്ള സെന്റ് ജോസഫ് കോളേജിന് A++ എന്ന റേറ്റിംഗ് ലഭിച്ചു. സാധാരണയായിട്ട് അതിനുശേഷം A+, പിന്നീട് A++ എന്ന റേറ്റിംഗ് ആണ് ലഭിക്കുക. നിരവധി വർഷങ്ങളുടെ പ്രയത്നമാണത്. അതായത് കോളേജിലെ ഓരോ മേഖലയിലും അവർ ചെക്ക് ചെയ്യാറുണ്ട്, ഈ ഒരു കൗൺസിൽ ചെക്ക് ചെയ്യാറുണ്ട്. ആ കോളേജിലെ ടീച്ചിങ്, റിസർച്ച്, ലൈബ്രറികൾ, അവിടുത്തെ ക്ലാസ് റൂംസ് എല്ലാ ലെവലിലും പൂർണ്ണമായിട്ടും ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം നൽകുന്ന ഒന്നാണ് A++ എന്ന റേറ്റിംഗ്. NASC കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ, ഇതിന്റെ ഹെഡ്ക്വാർട്ടർ ആണ് ബാംഗ്ലൂരു. ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് DP സിംഗ്. 1994 നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ സ്ഥാപിതമായിട്ടുള്ളത്. എത്ര ക്ലാസിക്കൽ ഇന്ത്യൻ ഭാഷകൾക്ക് ഇന്ത്യൻ സർക്കാർ അടുത്തിടെ അംഗീകാരം നൽകി? 5. ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ മറാത്തി, പാലി, പ്രക്രീത്, ആസാമി, ബംഗാളി എന്നീ 5 ലാംഗ്വേജിന് ഇപ്പോൾ പുതിയ ക്ലാസിക്കൽ ലാംഗ്വേജ് ആയിട്ട് ഇന്ത്യ ഗവൺമെന്റ് അംഗീകാരം നൽകി. ഇതിനു മുമ്പ് 6 ഭാഷകൾ മാത്രമായിരുന്നു ക്ലാസിക്കൽ ലാംഗ്വേജ്: തമിഴ്, സംസ്കൃതം, തെലുഗു, കന്നഡ, മലയാളം, ഒഡിയ. ഈ 6 ഭാഷ കൂടാതെ ഇപ്പോൾ 5 ഭാഷ. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ 11 ക്ലാസിക്കൽ ലാംഗ്വേജസ് ആണ് ഇന്നിപ്പോൾ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് ഈ അംഗീകാരം നൽകുന്നത്. 8ാമത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ 8ാമത്തെ ഷെഡ്യൂളിലാണ് ഈ ഒരു 11 ഭാഷയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ട് മറാത്തി, പാലി എന്നത് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഭാഷയാണ്. ഇന്ന് നിരവധി രാജ്യങ്ങളിലാണ് പാലി ഭാഷ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് പറയുമ്പോൾ ഇന്ത്യ, ലാവോസ്, ബർമ്മ, ശ്രീലങ്ക, തായ്ലൻഡ്, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ പാലി എന്ന ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊരു ഭാഷയാണ് പ്രക്രീത് എന്ന ഭാഷ. ആസാം, ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, കിഴക്കൻ ഉത്തർപ്രദേശിൽ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് പ്രക്രീത്. ഇത് ബീഹാറിലെ, പ്രത്യേകിച്ച് മൗര്യൻ എംപയറിലെ, മൗര്യൻ സാമ്രാജ്യം ആ സമയം മുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഷയാണ് പ്രക്രീത് എന്ന് പറയുന്ന ഭാഷ. കൂടാതെ വരുന്ന ഭാഷയാണ് ആസാമി, ബംഗാളി എന്നിവയെല്ലാം. ഇപ്പൊ ടോട്ടൽ 11 ഭാഷയാണ് ഇപ്പോൾ ഇന്ത്യൻ ക്ലാസിക്കൽ ലാംഗ്വേജ് ആയിട്ടുള്ളത്. 6 ലാംഗ്വേജ് ആയിരുന്നു ആദ്യം. അതിനുശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 5 ഭാഷ കൂടി ക്ലാസിക്കൽ ലാംഗ്വേജ് ആയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകാരം നൽകിയേക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ സൗകര്യത്തിനായി അദാനി ഗ്രൂപ്പ് ഏത് സംസ്ഥാനത്താണ് നിക്ഷേപം നടത്തുന്നത്? കൗദ, ഗുജറാത്ത്. ഗുജറാത്തിലെ കച്ച് ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഭുജ് താലൂക്കിൽ വരുന്ന ഒരു പ്രദേശമാണ് കൗദ. ഇന്നിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് റിന്യൂവബിൾ എനർജി ഫെസിലിറ്റിയാണ് ഗുജറാത്തിലെ കൗദ എന്ന സ്ഥലത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അദാനി ഗ്രൂപ്പ് ഇവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഈ ഒരു മേഖലയിലേക്ക് 2025 കൂടി കൗദ എന്ന പ്രദേശത്ത് ഏറ്റവും വലിയ ലാർജസ്റ്റ് റിന്യൂവബിൾ എനർജി ഫെസിലിറ്റിയിലേക്ക് നിക്ഷേപിക്കുകയാണ്. 30 ഗിഗാവാട്ടിന്റെ ഒരു പ്രൊജക്ട് ആണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 61.4 മെഗാവാട്ടിന്റെ ഇലക്ട്രിസിറ്റിയാണ് അദാനി ഗ്രൂപ്പിന്റെ സംഭാവന. 2025 എവറസ്റ്റ് കീഴടക്കാനുള്ള തയ്യാറെടുപ്പ് ഘട്ടമായി NCCയുടെ മൗണ്ടനറിംഗ് എക്സ്പെഡിഷൻ ടീം ഏത് പർവ്വതമാണ് കയറിയത്? മൗണ്ട് അബി, ഗാമിൻ, കൊടുമുടി. NCCയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പർവ്വതാരോഹണമായിരുന്നു മൗണ്ട് അബി, ഗാമിൻ, കൊടുമുടി.
ഈ കഴിഞ്ഞ ഓഗസ്റ്റ് അവസാന വാരമാണ് NCCയുടെ ഈ ഒരു മൗണ്ടറിംഗിലേക്ക് വേണ്ടിയുള്ള എക്സ്പെഡിഷൻ ആരംഭിച്ചിട്ടുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഈ ഒരു ടീം, NCCയുടെ ടീം വളരെ വിജയകരമായിട്ട് മൗണ്ട് അബി ഗാമിൻ പീക്ക് എന്ന ഗാമിൻ കൊടുമുടി എന്ന ഇത് കീഴടക്കിക്കൊണ്ട് തിരിച്ചെത്തി. ഹിമാലയൻ പർവ്വതങ്ങളിലെ ഗഡ്വാലിനടുത്തുള്ള ഏറ്റവും വലിയൊരു കൊടുമുടിയാണ് മൗണ്ട് അബി ഗാമിൻ പീക്ക്. 7355 മീറ്റർ ആണ് ഇതിൻ്റെ ഉയരം. 7355 മീറ്റർ ഉയരമുള്ള മൗണ്ട് അബി ഗാമിൻ കൊടുമുടിയാണ് ലേറ്റസ്റ്റ് ആയിട്ട് NCC കീഴടക്കിയിട്ടുള്ളത്. വരാൻ പോകുന്ന, അതായത് 2025 ഒരു മിഷൻ ആണ് NCCയുടെ എവറസ്റ്റ് കീഴടക്കുക. അതിൻ്റെ ഒരു പ്രാക്ടീസ് എന്ന ലെവലിലും അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു എക്സ്പെഡിഷൻ. ഈ കഴിഞ്ഞ ഒക്ടോബർ 4, അതായത് ഇന്നലെയായിരുന്നു NCC ടീമിനെ ന്യൂഡൽഹിയിൽ ലഫ്റ്റനന്റ് ജനറൽ ഗുർപീർ പാൽ സിംഗ്, NCCയുടെ ഡയറക്ടർ ജനറൽ, അവരെ ഈ ടീമിനെ വെൽക്കം ചെയ്തിട്ടുള്ളത്. NCCയുടെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന പോസ്റ്റ് ആണ് ഡയറക്ടർ ജനറൽ. ഇപ്പോഴത്തെ NCCയുടെ ഡയറക്ടർ ജനറൽ ആണ് ലഫ്റ്റനന്റ് ജനറൽ ഗുർബീർ പാൽ സിംഗ്. മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി ചുമതലയേറ്റത് ആരാണ്? ക്ലോഡിയ ഷെയ്ൻബോം. മെക്സിക്കോ എന്ന രാജ്യത്തിന്റെ ആദ്യത്തെ ഒരു വനിതാ പ്രസിഡന്റ് ആണ് ക്ലോഡിയ ഷെയ്ൻബോം. ഈ കഴിഞ്ഞ ഒക്ടോബർ 2 ക്ലോഡിയ ഷെയ്ൻബോം മെക്സിക്കോയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയിട്ട് ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. 62 വയസ്സുള്ള ഷെയ്ൻബോം മുൻ സയന്റിസ്റ്റും ഒപ്പം തന്നെ മെക്സിക്കോ സിറ്റിയുടെ മുൻ മേയർ കൂടിയായിരുന്നു. 2024 ഒക്ടോബർ 15 മുതൽ ഒക്ടോബർ 16 വരെ നടക്കുന്ന SCO ഉച്ചകോടിക്ക് ഇന്ത്യയിൽ നിന്ന് ഇസ്ലാമാബാദിലേക്ക് ആരാണ് നയിക്കുക? വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ വരുന്ന ഒക്ടോബർ 15 മുതൽ 16 വരെ SCO സമ്മിറ്റ്, SCO ഉച്ചകോടി നടക്കാൻ പോവുകയാണ് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ. ഇന്ത്യയിൽ നിന്ന് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഡോക്ടർ S ജയശങ്കർ ആൻഡ് ടീം പങ്കെടുക്കുകയാണ്. SCO എന്നത് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ. ഇത് സ്ഥാപിതമായിട്ടുള്ളത് 2001 ജൂൺ 15 ഇതിൻ്റെ ഹെഡ്ക്വാർട്ടർ ആണ് ചൈനയിലെ ബീജിംഗ്. ഫൗണ്ടേഴ്സ്, അന്നത്തെ സ്ഥാപകരാണ് റഷ്യ, ചൈന, കസഖ്സ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ. ഇന്നിപ്പോൾ 9 രാജ്യങ്ങൾ ആണ് SCOയിലുള്ളത്. ഒപ്പം തന്നെ 4 ഒബ്സർവേഴ്സും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് SCOയുടെ മീറ്റിംഗ്, SCOയുടെ ഉച്ചകോടി നടക്കാൻ പോകുന്നത് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലെ. ഇന്ത്യയിൽ നിന്ന് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. ഇന്നലെ ഒക്ടോബർ 4 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, സ്വച്ഛ് ഭാരത് മിഷൻ, സ്വച്ഛ് ഭാരത് അഭിയാൻ അല്ലെങ്കിൽ ക്ലീൻ ഇന്ത്യ മിഷൻ 2 ഒക്ടോബർ 2024 എത്ര വർഷം പൂർത്തിയാക്കി? 10 വർഷം. അപ്പോൾ സ്വച്ഛ് ഭാരത് മിഷൻ അല്ലെങ്കിൽ സ്വച്ഛ് ഭാരത് അഭിയാൻ അല്ലെങ്കിൽ ക്ലീൻ ഇന്ത്യ മിഷൻ 10 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. 2014 ഒക്ടോബർ 2 രാജ്ഘട്ടിൽ വെച്ച് സ്വച്ഛ് ഭാരത് മിഷൻ ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അന്ന് ഈ ലോഞ്ചിങ് സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 2 വ്യക്തികൾ ആയിരുന്നു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും കൂടാതെ നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന പരമേശ്വരൻ അയ്യർ. സ്വച്ഛ് ഭാരത് മിഷൻ ആസ്പദമാക്കി കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ശുചിത്വ മിഷൻ. ജേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഏറ്റവും പുതിയ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ മൂല്യനിർണയത്തിൽ A++ റേറ്റിംഗ് നേടിയ കോഴിക്കോട്ടെ ഏത് കോളേജാണ്? സെന്റ് ജോസഫ് കോളേജ്. എത്ര ക്ലാസിക്കൽ ഇന്ത്യൻ ഭാഷകൾക്ക് ഇന്ത്യൻ സർക്കാർ അടുത്തിടെ അംഗീകാരം നൽകി? 5. ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ സൗകര്യത്തിനായി അദാനി ഗ്രൂപ്പ് ഏത് സംസ്ഥാനത്താണ് നിക്ഷേപം നടത്തുന്നത്? കൗത, ഗുജറാത്ത്. 2025 എവറസ്റ്റ് കീഴടക്കാനുള്ള തയ്യാറെടുപ്പ് ഘട്ടമായി NCCയുടെ മൗണ്ടറിംഗ് എക്സ്പെഡിഷൻ ടീം ഏത് പർവ്വതമാണ് കയറിയത്? മൗണ്ട് അബി ഗാമിൻ കൊടുമുടി. മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി ചുമതലയേറ്റത് ആരാണ്? ക്ലോഡിയ ഷെയ്ൻബോം. 2024 ഒക്ടോബർ 15 മുതൽ ഒക്ടോബർ 16 വരെ നടക്കുന്ന SCO ഉച്ചകോടിക്ക് ഇന്ത്യയിൽ നിന്ന് ഇസ്ലാമാബാദിലേക്ക് ആരാണ് നയിക്കുക? വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ. ഇന്ന് ഒക്ടോബർ 5 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, ഹോൺബിൽ ഉത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനം. 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ
ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉത്തരമായിരിക്കുള്ളൂ ഹോൺബിൽ ഉത്സവം. ഇത് ഏത് സംസ്ഥാനമാണ് ആഘോഷിക്കുന്നത്? നമ്മൾ ഓരോ ദിവസവും നോളജിന് വേണ്ടി സമയം കണ്ടെത്തുകയാണെങ്കിൽ അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിപ്പിക്കുന്നത്. നമുക്ക് ആ മേഖലയിൽ നമ്മുടെ അറിവ് നമ്മൾ കൂടുന്തോറും നമുക്ക് ഏതൊരു മേഖലയിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ജഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.